കാശിനാഥൻ IPS. രചന മാധവി മാധു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറയുന്ന കേട്ടപ്പോൾ മനസ്സിലായി അമ്മയെ പോലെയല്ല മോളെന്ന്. അവൻ ബൈക്കിൽ കൈകുത്തി താടിക്ക് കൈകൊടുത്ത് അവളുടെ സംസാരം കേട്ടു. അവളെ പഠിക്കാൻ വിടുന്നുണ്ടോ? നന്നായി പഠിക്കും. പിന്നെ അവൾ ചുറ്റിനും നോക്കി. എന്നിട്ട് അവനോട് അടുത്തേക്ക് വരാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് തല നീട്ടി. അവൾ അവൻ്റെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു. ഞാൻ കൊട്ടേഷൻ തരാം, എൻ്റെ അമ്മയ്ക്കിട്ട് 2 ഇടി കൊടുക്കാവോ? നീ? അവൻ കൈ നീട്ടടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ ഓടി സൈക്കിൾ കയറി അവന് ടാറ്റ കൊടുത്തു. സൈക്കിൾ ചവിട്ടി മുന്നിലേക്ക് പോയി. കുറച്ചു ദൂരം പോയി സൈക്കിൾ നിർത്തി തിരിഞ്ഞെന്ന് വിളിച്ചു പറഞ്ഞു. അവളെ അങ്ങോട്ട് കെട്ടിക്കോളട്ടെ കാശിനാഥ, ആളൊരു പാവ, തന്നെ പൊന്നുവരെ നോയിക്കോളും. നീ? അവന്റെ അടുത്ത വിളിക്ക് ചെവി എടുക്കാതെ അവന് ഫ്ലൈയിങ് കേസും കൊടുത്ത് സൈക്കിൾ ചവിട്ടി പോയി. അവന് ചുറ്റും ആരൊക്കെയുള്ളതായി തോന്നി, തന്നെ സ്നേഹിക്കാൻ ആരൊക്കെയുള്ള പോലെ. ഡോ, ചോറ് വേണ്ടേ? അവന്റെ മുറിയിലേക്ക് വന്നിട്ടവൾ ചോദിച്ചു. എനിക്ക് വസിക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം, എന്നെ കൂട്ടാൻ നിൽക്കണ്ട. അവൻ പറയുന്ന കേട്ടിട്ട് അവൾ ചുണ്ടുകൂട്ടി അടുക്കളയിലേക്ക് പോയി. അവൾ മേശമേൽ ഭക്ഷണം വിളമ്പി വന്നപ്പോൾ അവനും വന്നു. അവനുള്ള ഭക്ഷണം അവൾ തന്നെ വിളമ്പി നൽകി. അവളും കഴിക്കാനിരുന്നു. നീ ഡിഗ്രി അല്ലേ പഠിച്ച്? ആ, ഹിസ്റ്ററി. ഇനി PG ചെയ്യാനാണോ? ആയിരുന്നു. ഇനി ഒരു ജോലി നോക്കണം. എത്ര ആളെന്ന് വെച്ചാ? ഇപ്പൊ PGയുടെ അഡ്മിഷൻ തുടങ്ങി. നിനക്ക് ഇഷ്ടമുള്ള കോളേജിന് വെച്ചോ, ഞാൻ പഠിപ്പിക്കാം. അവൻ പറഞ്ഞു കേട്ടിട്ട് വായിലിരുന്ന ആഹാരം തെറ്റി അവൾ ചുമച്ചു. അവൻ അവളുടെ തലക്കിട്ട് കുട്ടി വെള്ളം കൊടുത്തു. പയ്യെ തിന്ന്, നിനക്കുള്ളത് തന്നെയാ. അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ കരുതലും ദേഷ്യം അവൾക്ക് അവളുടെ അച്ഛനെ ഓർമ്മിപ്പിച്ചു. അവൻ വെള്ളം നൽകിയിരുന്ന് കഴിക്കാൻ തുടങ്ങി. നമുക്ക് അടുത്ത ദിവസം തന്നെ പോയി അഡ്മിഷന്റെ കാര്യം നോക്കാം, വൈകിപ്പിക്കണ്ട. താൻ ശരിക്കും പറയുന്നതാണോ അതോ എന്നെ കളിപ്പിക്കുന്നതാണോ? കാശി വെറുമാക്ക് പറയാറില്ല. അത്രയും പറഞ്ഞ് അവൻ ആഹാരം കഴിക്കുന്നത് തുടർന്നു. അവൾ അവനെ തന്നെ നോക്കിയിരുന്നല്ലാതെ ഒന്നും കഴിച്ചില്ല. അവൾ തനിക്ക് സംരക്ഷണം നൽകുന്നവനെ തന്നെ ആരാധനയോടെ നോക്കി. അതിനപ്പുറം അവനോടൊരു വികാരവും തോന്നാതെ. താനിതുവാ പഠിച്ചേ? നീ പഠിക്കാൻ പോയാൽ മതി, എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോടി? അവൻ കഴിച്ചു കഴിഞ്ഞ് പാത്രം എടുത്തുകൊണ്ട് അടുക്കളപ്പുറത്തേക്ക് നടന്നു. അവളും അവന്റെ പുറകെ തന്നെ പോയി. അവൻ കഴിച്ച പാത്രം വാങ്ങി കഴുകി അവൻ പുറത്തേക്ക് പോയി. അവന്റെ ബൈക്ക് മുറ്റം കടന്നു പോകുന്നത് നോക്കി ആരാധനയോടെ അവൾ നിന്നു. അവർ കോളേജിൽ അഡ്മിഷന്റെ കാര്യങ്ങൾ നോക്കി. വീട്ടിൽ നിന്ന് പോയി വന്ന് പഠിക്കാൻ അടുത്തുള്ള കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അവർക്ക് കോളേജിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവൻ തന്നെ വാങ്ങി നൽകി. ഒന്നിനൊരു കുറവും വരുത്താതെ അവളെ എത്രത്തോളം സന്തോഷത്തോടെ നിർത്താമോ അതെല്ലാം അവൻ നൽകി. അവരുടെ പോക്കും വരവും എല്ലാവരും കണ്ട് കളിയാക്കിയെങ്കിലും അവർ അതൊന്നും ഗൗനിച്ചില്ല. ഞായറാഴ്ച അവളുടെ ആഗ്രഹപ്രകാരം അമ്പലത്തിലേക്ക് വന്നാണ് രണ്ടുപേരും. അവനും അവളും കണ്ണുകളടച്ച് കാര്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അവൾ അവനെ ഉളികണ്ണിട്ട് നോക്കും. അവൻ അതൊന്നും അറിയാതെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി. താനെന്തുവാ ഇത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ചേ? അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കി. അവൾ അതിന് വെളുക്കെ ചിരിച്ചു കാണിച്ചു. ഞാൻ നിനക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ. എനിക്ക് വേണ്ടിയോ? എന്താ പ്രാർത്ഥിച്ചേ? അവളുടെ കണ്ണുകളിലെ തിളക്കം അവന് പുതിയൊരു ഉണർവായിരുന്നു. അതോ, നീ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെയായി സമ്പാദിച്ച്. എന്നിട്ടെന്താ, നിനക്ക് സ്ത്രീധനത്തിന് വേണ്ട നീ തന്നെ ഉണ്ടാക്കണം, ഞാൻ കല്യാണം നടത്തി തരും, അത്രമാത്രം. അവൻ വളരെ ലാഘവത്തോടെ പറഞ്ഞ് നടന്നു പോകുന്ന കേട്ട് അവൾ അനങ്ങാതെ നിന്നു. ഒന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആൾ അവൻ്റെ അടുത്തേക്ക് ഓടി അവൻ അഭിമുഖമായി നിർത്തി. അപ്പൊ അതിനുവേണ്ടിയാണോ പ്രാർത്ഥിച്ചേ? ആണി, പിന്നെ എല്ലാ കാലവും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നീ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കും നിനക്കും അറിയാം. നിന്നെ മനസ്സിലാക്കി വരുന്ന ഒരാൾ കൈപിടിച്ച് ഏൽപ്പിക്കണം, അതോടെ എൻ്റെ ഉത്തരവാദിത്വം തീരും. ആൾ പോലും അറിയാതെ ആളുടെ കണ്ണുകൾ നിറഞ്ഞു. അതവൻ കാണാതിരിക്കാൻ അവൾ തലതാഴ്ത്തി. എടോ, എനിക്കൊരു 20 രൂപ നീ. എന്തിനാ? താ. അവനാൾക്ക് 20 രൂപ കൊടുത്തു. അവൾ അവന്റെ കയ്യിലേക്ക് ലശീന്ന് നൽകി. ഇപ്പൊ വരാം എന്നും പറഞ്ഞ് ശ്രീകോവിനുള്ളിലേക്ക് നടന്നു. മാധേവന്റെ നേർച്ചക്കുറ്റിയിലേക്ക് 20 രൂപ ഇട്ട് കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു. ദേവ, അങ്ങേര് അങ്ങനെയൊക്കെ പറയും. അങ്ങേര് 10 രൂപയിലെ നേർച്ചയിട്ടത്, ഞാൻ അതിലും കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നടത്തി തരണേ. ആദ്യം അവൻ നടക്കട്ടെ, എന്നിട്ട് മതി അങ്ങേരുടെ കാര്യങ്ങൾ. ഞാൻ പഠിച്ച് ജോലി വാങ്ങുമ്പോഴേക്കും അങ്ങേർക്ക് എന്നോട് ഇഷ്ടം തോന്നിയേക്കണേ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ആദ്യമായിട്ടുള്ള ഒരു ആഗ്രഹം പറയുന്നേ, നടത്തി തന്നേക്കണേ. ആരാധന തോന്നി എപ്പോഴും അങ്ങനെ പെരുത്തി ഇഷ്ടമായി. അതുകൊണ്ടാ എനിക്ക് ആ കാശിനാഥനെ തന്നെ വേണം. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ കാവ്യയോട് ചിരിച്ചു വർത്തമാനം പറയുന്ന കാശിയെ അവൾ നോക്കി നിന്നു. കാവ്യയുടെ കുഞ്ഞേച്ചി എന്ന വിളിയാണ് അവൾ തിരിച്ചുകൊണ്ടുവന്ന്. അവൾ കാവ്യയോട് സംസാരിച്ചു. ഞാൻ പോകട്ടെ വലിയേട്ടാ. കുഞ്ഞേച്ചി, അമ്മയ്ക്ക് 2 ദിവസമായിട്ട് വയ്യ. ഞാൻ ചെന്നിട്ട് വേണം കഞ്ഞിയും കറി ഉണ്ടാക്കാൻ. ആശുപത്രി പോയില്ലടാ വാവേ, ഇപ്പൊ കുറവുണ്ടോ? അവളുടെ ആകുലം നിറഞ്ഞ സംസാരം കേട്ട് കാശി അവളെ നോക്കി. ഇവൾക്ക് എങ്ങനെ അവരെ കുറിച്ച് തിരക്കാൻ കഴിയുന്നു എന്ന് അവൻ ഓർത്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, ടാറ്റ. അവൾ സൈക്കിൾ അകലെന്ന് നോക്കി നിന്നു. എടേ, നീ വരുന്നുണ്ടേ കയറ്. ആൾ അവനെ നോക്കി ചുണ്ടുപൊട്ടി. അവനാളെ പുരികം പൊക്കി എന്താന്ന് ചോദിച്ചു.
തൻ്റെ ആഗ്രഹത്തിന് വേഗം നടക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പോയതാ. ദൈവം വേഗം നടത്തി തരും കേട്ടോ. അവൻ തലയാട്ടി ആളോട് കയറാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. ആൾ ബൈക്കിന്റെ പുറകിൽ കയറി. ബൈക്ക് കാറ്റിനെ വകഞ്ഞ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആൾ പതിയെ അവന്റെ പുറകിൽ തോണ്ടി. എന്നാടി? വാവ് പറഞ്ഞില്ലേ എന്നെ പഠിപ്പിക്കാൻ വേണ്ടെന്ന്? ആ പറഞ്ഞിരുന്നു. പിന്നെയും വണ്ടി മുന്നോട്ട് കുതിച്ചു. രാത്രി 12 കഴിഞ്ഞു. ജനലിലൂടെയുള്ള തണുത്ത കാറ്റിൽ മുല്ലപ്പൂവിന്റെ ഗന്ധം അവളുടെ നാസികയിലേക്ക് തുളച്ചു കയറി. അവൾ ജനൽ തുറന്നു നോക്കി. കട്ടമുല്ല നല്ലപോലെ പൂത്തിട്ടുണ്ട്. ചിലത് വിരിയുന്നുണ്ട്. അതിന്റെ മണം മന്ദമാരുതൻ വായിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നു. ആ പൂക്കൾക്ക് ഭംഗിയേകാൻ നിലാവും നക്ഷത്രങ്ങളും മിന്നാമിനുങ്ങുകളും. അവൾ വാതിൽ തുറന്നു. അവന്റെ മുറിയിലേക്ക് നടന്ന് വാതിൽ മുട്ടി. അവൻ വാതിൽ തുറക്കാഞ്ഞിട്ട് വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നു. അവൻ കണ്ണുകൾ തുറന്നു. തുടരെയുള്ള മുട്ടുകേട്ട് ചാടി എഴുന്നേറ്റു. ആൾക്ക് എന്തോ പറ്റിയെന്ന് തോന്നി വെപ്രാളപ്പെട്ട് കതക് തുറന്നു. എന്താ രുദ്ര, എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? ആളുടെ മുഖത്തെ കൈക്കൊമ്പിലെടുത്ത് ആകുലതയോടെ ചോദിക്കുന്നവനെ അവൾ പ്രണയാതുരമായി നോക്കി നിന്നു. അവനൊരു വേള അവളുടെ കണ്ണുകളിൽ നോക്കി നിന്നു. പെട്ടെന്ന് അവൻ അവളുടെ മുഖത്ത് നിന്ന് കൈകൾ മോചിപ്പിച്ചു. അവളും അവനിൽ നിന്ന് അകന്നു മാറി. എന്താ, എന്തിനാ വിളിച്ച്? അതോ, വാ കാണിച്ചു തരാം. ആൾ മുറ്റത്തേക്ക് ലൈറ്റിടാതെ അവനെയും കൂടി പുറത്തേക്ക് ഇറങ്ങി. കാലുകൾ കൊണ്ട് ആംഗ്യം കാട്ടി അവന്റെ കണ്ണുകളെ പൊത്തിപ്പിടിച്ചു. ആഞ്ഞൊന്ന് മണത്ത് നോക്കിയേ. നീ എന്താ ഈ പറയുന്നേ? മണത്ത് നോക്കണം. അവൻ ചുറ്റുമുള്ള ഗന്ധം ആവാഹിച്ചു. അതിലാദ്യം അവന്റെ നാസികയെ തുളച്ചു കയറിയത് അവളുടെ ഗന്ധമാണ്. തന്റെ നെഞ്ചൊപ്പം മാത്രം പൊക്കമുള്ള അവളുടെ തലയിലിട്ടിരിക്കുന്ന രാസ്നാദിപ്പൊടിയുടെ ഗന്ധം അവന്റെ നാസികയിൽ തുളച്ചു കയറി. അവനത് ആവോളം ആസ്വദിച്ചു. കിട്ടുന്നുണ്ടോ? അവളുടെ വാക്കുകൾ അവന് സ്വഭാവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവൻ അവളുടെ കൈകളെ മാറ്റി അവളെ രൂക്ഷമായി നോക്കി. അവൾ കണ്ണുകൾ കൊണ്ട് മുറ്റത്തേക്ക് നോക്കാൻ പറഞ്ഞു. ആ മുറ്റത്തേക്ക് നോക്കി. പടർന്നിടക്കുന്ന കട്ടമുല്ല പൂവിട്ടിരിക്കുന്നു. അതിന് കൂട്ടായി നിലാവുമുണ്ട്. ഒരു വേള അതിൽ നോക്കി നിന്നു. അവളോടൊരൊറ്റ അലർച്ചയായിരുന്നു. ഏതിനാണോടി മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ്? അവൾ ഞെട്ടി അവനെ നോക്കി. എന്നിട്ട് ചുണ്ടുകൊട്ടി. മനുഷ്യന് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ലേ? ഇതിനൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. അവൾ മുറുമുറുത്തു. കയറി പോടിയകത്ത്. അവന്റെ ആജ്ഞയിൽ പെണ്ണകത്തേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. അവൻ മുറ്റത്തെ മുന്നിൽ നോക്കി വാതിലടച്ച് അകത്തേക്ക് നടന്നു. അവളുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ വെട്ടം തെളിഞ്ഞു കിടക്കുന്ന കണ്ട് അങ്ങോട്ടേക്ക് പോയി. ജനലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. നാളെ ക്ലാസ്സിൽ പോയി ഉറക്കം തൂങ്ങാൻ നോക്ക്. അവന്റെ അവസാനത്തെ ആജ്ഞയും കേട്ടിട്ട് അവൾ ലൈറ്റ് അണച്ച് കിടന്നു. അവനും കണ്ണുകളടച്ചു. ദിവസങ്ങൾ ശരവേഗത്തിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അവൾ കോളേജിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവനോട് പറയാതിരുന്നില്ല. അവനും ഇപ്പോൾ അവളുടെ കുറുമ്പുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാവി ഇടയ്ക്കിടെ കാണും. അവളുടെ മുഖത്തും അടുത്തിടെയായ ഒരു കുഞ്ഞു വിഷമമുണ്ട്. സമയമാകുമ്പോൾ ചോദിക്കാമെന്ന് കരുതി അവൻ അവളോ ചോദിച്ചില്ല. കോളേജ് വിട്ടു വന്നിട്ടും ഒരുപാട് സമയമായിട്ടും കാശിയെ കാണാതെ വന്നപ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നി. സമയം ഓടിക്കൊണ്ടേയിരുന്നു. അകാരണമായി അവളുടെ ഇടനെഞ്ച് ഇടിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ തൊട്ട് അവൻ വല്ലാതെ മൂഡ് ഓഫ് ആയിരുന്നു. ചോദിക്കാൻ ചെന്നപ്പോഴൊക്കെ വഴക്കും പറഞ്ഞുകൊണ്ടിരുന്നു. വരാനുള്ള സമയം കഴിഞ്ഞു. പ്രകൃതി ഇരുട്ടിന്റെ മുഖംമൂടി അണിഞ്ഞു. അവൾ വാതിലുകളെല്ലാം അടച്ചു. ആളിലെ കുഞ്ഞു മഹാദേവന്റെ പടത്തിനരികിൽ വന്നു നിന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. കാശിയേട്ടനൊന്നും വരുത്തല്ലേ, എനിക്ക് ഈ ലോകത്ത് ആകെയുള്ള അവകാശിയാ. കണ്ണുകളടച്ച് തൊഴുകയോടെ മുന്നിലെ മഹാദേവന്റെ മുമ്പിൽ അവൾ പ്രാർത്ഥിച്ചു. കാതുകളിൽ അവന്റെ ബൈക്കിന്റെ ശബ്ദം അലയടിച്ചു. വാതിൽ തുറന്നിടത്തേക്ക് ഓടി ബൈക്ക് ചാരി വെക്കാൻ പോലും കഴിയാതെ ആടി നിൽക്കുന്ന കാശിയെ അവൾക്ക് പരിചയമില്ലായിരുന്നു. അവൾ അവനെ നോക്കി വാതിൽപ്പടിയിൽ നിന്നല്ലാതെ അനങ്ങിയില്ല. വലിയ ശബ്ദത്തോടെ ബൈക്ക് നിലത്തേക്ക് വീണു. ഒപ്പം വീഴാൻ തുടങ്ങിയവനെ അവൾ കൈകൾ പിടിച്ചേർത്തു. അവനെ താങ്ങി ഇറയത്തെ കസേരയിലേക്ക് ഇരുത്തി. ആദ്യമായിട്ടാണ് മദ്യത്തിന്റെ ഗന്ധം അവൾ മണക്കുന്നത്. അവൾക്ക് തലപിരിക്കുന്ന പോലെ തോന്നി. അവൻ കസേരയിൽ കിടന്ന് ഇറങ്ങുന്ന കണ്ട് അവനെ എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കിടന്ന് കട്ടിലിൽ കിടത്തി. കാശി അനാഥന, ഏതാ 14 ഷായ്? അവൻ പാതി മയക്കത്തിൽ പറഞ്ഞു. ആൾ അവന്റെ അടുത്തിരുന്നു. അവൻ കണ്ണുകളടച്ച് തുറന്നു. അവളുടെ കൈകൾ പിടിച്ച് നെഞ്ചോരം ചേർത്തു. നിനക്കറിയോ കാശി അനാഥന? ഏത് 14 വർഷം കഴിഞ്ഞു? ആരുമില്ല, എനിക്ക് ആരുമില്ല. അവളുടെ കൈകളെ വീണ്ടും നെഞ്ചോരം ചേർത്തു. അവന്റെ കണ്ണുകൾക്കൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു. നിനക്കെന്റെ കൂടെ കൂടാവരുദ്ര. ആരുമില്ലടാ, എനിക്ക് ജീവിക്കാൻ എനിക്ക് കൊതിയാടാ. പൊന്നു പോലെ നോക്കടാ മോളെ. മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ നെഞ്ചോട് ചേർക്കാൻ നിന്നെ ഞാൻ കെട്ടാടാ. നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നിനക്ക് ഒരുപാട് ജീവന. അവളുടെ കൈകൾ പിടിച്ച് അപേക്ഷിക്കുന്നവനോട് ജീവനാണെന്ന് പറയാൻ അവൾക്ക് തോന്നി.
പക്ഷേ സന്തോഷം കൊണ്ട് വാക്കുകൾ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അവൾ കൈകൾ പതിയെ വിടിവിച്ചു. വേണ്ട വേണ്ട, കാശ് നിനക്ക് വേണ്ട. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ. വേണ്ട വേണ്ട, നിനക്ക് വേണ്ട. കാശ് ചീത്ത ബൊക്കോ, നീ പഠിച്ച്. ബാക്കി പറയാതെ അവൻ ഉറക്കത്തിലേക്ക് വീണു. ആളും അവനെ തന്നെ നോക്കി മുറിയിലേക്ക് നടന്നു. വാതിലടച്ച് വാതിൽ ചാരി ഊർന്ന് താഴേക്ക് ഇറങ്ങിയിരുന്ന് കരഞ്ഞു. അതൊരിക്കലും അവൻ കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടല്ല. അവന്റെ കണ്ണിൽ തന്നോടുള്ള പ്രണയം അവൾക്ക് കാണാൻ കഴിയാഞ്ഞിട്ടാണ്. എപ്പോഴോ അങ്ങനെ ഇരുന്ന് ഉറങ്ങി. കണ്ണുകൾ വലിച്ചു തുറന്നു. ഇന്നലെ കഴിച്ച് കുറച്ച് കൂടിപ്പോയി. ഇന്നലെ അമ്മയുടെ ആണ്ടായിരുന്നു. അതിന്റെ വിഷമം മറക്കാൻ വേണ്ടിയാണ് കുടിച്ചത്. നാളുകൾക്ക് ശേഷം വീണ്ടും തുടങ്ങിയതുകൊണ്ട് നിർത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഇവിടെ വന്നെന്ന് പോലും ഓർക്കുന്നില്ല. അവൻ മുട്ടിൽ കൈകളൂന്നി കണ്ണുകൾ അടച്ചു. ഒന്നും ഓർമ്മയില്ല. പാതി ചാരിയ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം നോക്കിയത് അവളുടെ മുറിയിലേക്കാണ്. അടഞ്ഞു കിടക്കുന്നുണ്ട്. അവളോട് എങ്ങനെ? അവൻ തിരിഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ മുറിയുടെ വാതിൽ തുറന്നു. അവൻ അങ്ങോട്ട് നോക്കി. തന്നെ നോക്കുകൂടി ചെയ്യാതെ പോകുന്നവളെ കണ്ടപ്പോൾ ഉള്ളം നീറി. മുറിയിലേക്ക് തിരികെ നടന്ന് കട്ടിലിരുന്നു. തലയിൽ കൈവച്ചിരുന്ന് തന്നോടുള്ള ദേഷ്യം മുഴുവൻ അടുക്കളയിലെ പാത്രങ്ങളോട് തീർക്കുന്ന കേൾക്കാം. ഇന്നലെ അവളോട് ഞാൻ എന്തെങ്കിലും മോശമായി? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവൾ എൻ്റെ അടുത്തല്ലേ ഉണ്ടാവണ്ടേ. ഇനി അവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? എൻ്റെ കാശിനാഥ, ഞാൻ ബോധമില്ലാത്തവളോട് എനിക്ക് മുട്ടിഞ്ഞ പ്രേമാണെന്നൊന്നും പറഞ്ഞു കാണല്ലേ. മുരടാൻ നിൽക്കുന്ന ശബ്ദം കേട്ട് കണ്ണുകൾ തുറന്നു. തൻ്റെ നേരെ നീണ്ടു നിൽക്കുന്ന ചായക്കപ്പ് അവൾ നോക്കാതെ വാങ്ങിച്ചു. ഊതി ഊതി കുടിച്ച് തലയുയർത്തി അവളെ നോക്കി. തന്നെ നോക്കി ദയിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് കണ്ണുകൾ കൊണ്ട് ഉയർത്തി ചോദിച്ചു. തന്നെപ്പറ്റി ഞാനൊരു കാര്യം കേട്ടല്ലോ. ചായ നെറുകിൽ കയറി ചുമച്ചു. അവൾ അവനെ തലക്കിട്ട് കൊട്ടി. അവൾ ദയനീയമായി നോക്കി. തനിക്ക് എന്നോട് അഗാധമായ പ്രണയാണെന്ന് ആണോ? പുരികമുയർത്തി ആണോ എന്ന് അവൾ ചോദിക്കുന്ന കേട്ടിട്ട് കുടിക്കുന്ന ചായ ഇറക്കണോ തുപ്പണോ എന്ന് ആലോചിച്ചിരിപ്പാണ് കാശി. അവനത് പതിയെ ഇറക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.